സിറാജോ, ഇപ്പൊ ഞാൻ ഏകദേശം 2015 ഏകദേശം മൊബൈൽ ഫോണിന്റെ ഈ ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു ബേസിക് ഡിസ്പ്ലേ കാര്യങ്ങൾ. എന്നാലും തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു C1 ഒക്കെ ഒരു കാലം, LCD വരുന്ന ആ ഒരു നോക്കിയന്റെ ഒക്കെ ഒരു കാലമായിരുന്നു. അന്ന് C1 ഒരു സാധനം ഷീൽഡിൽ നമ്മള് ചീന്തിയിട്ട് അത് ഷോൾഡർ ചെയ്യാൻ വരെ എനിക്കറിയില്ല. അന്ന് ഞാൻ സ്വന്തം ഷോപ്പ് ഇട്ടെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതാണ് ഷോപ്പ് ഇടുന്നത്. ആ സാധനം ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന ഷോപ്പിൽ ടെക്നീഷ്യൻ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഫീൽഡിലേക്ക് വന്നത്. അപ്പം അന്ന് മുതൽ തന്നെ നമ്മൾ ആ ഒരു 2016-15 സമയത്ത് തന്നെ നമ്മളിപ്പോൾ ചില സൊല്യൂഷൻസ് ഒക്കെ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലല്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഗ്രൂപ്പിലൊക്കെ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരു ഐഫോൺ, അതായത് ഐഫോണൊക്കെ ഇതിലൊക്കെ സെറ്റ് വരുന്ന സമയത്ത് ഇതെന്താണ് ചാർജ് നിൽക്കണില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, അതല്ല നമ്മളൊക്കെ പരിചയപ്പെട്ട ഒരു സമയത്താണ് ഈ പറഞ്ഞത് 17, 16, 18 ആ സമയങ്ങളിലൊക്കെ എന്താ പറയുക, ഈ ZSW പോലത്തെ സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലില്ല. ബോർണിയോ ഒന്നും അന്ന് ഇല്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അന്ന് ഉണ്ടോയെന്ന് അറിയില്ല. ടൂൾസ് ആയിട്ട് PDF ഡൗൺലോഡ് ചെയ്യുന്ന സമയമാണ്. അതായത് സ്കീമാറ്റിക്സ് എന്ന് പറയുന്നത് PDF ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ആ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൗണ്ട് പൊസിഷൻ നോക്കിയിട്ട് ഇന്നതാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആ സമയത്താണ്. ഇന്നത്തെ മാതിരി ടൂൾസ്, ഹാർഡ്വെയർ സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പം ചില സമയത്ത് ഒരു iPhone 6 ആണെന്നുണ്ടെങ്കിലും 5S ഒക്കെയാണ് വരുന്ന സമയത്തൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്, ഐഫോണിൽ ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് മാറ്റിയാൽ മതി, അത് റെഡി ആവുന്നുള്ളത്. അപ്പം അത് യൂട്യൂബ് മാറ്റിയത് റെഡി ആവുന്നുള്ളത്. അതേ കണ്ടീഷനിൽ ഇപ്പോഴും ഗ്രൂപ്പുകളിൽ അതിങ്ങനെ വരുന്നുണ്ട്. യൂട്യൂബ് മാറ്റിയാൽ റെഡി ആവും, യൂട്യൂബ് മാറ്റിയത്. അത് ഇപ്പോൾ 5ഉം 5S ആണെങ്കിലും ഇപ്പോൾ Xും ഇത് ഏത് വന്നു കഴിഞ്ഞാലും അത് യൂട്യൂബ് മാറ്റിയാൽ റെഡി, യൂട്യൂബ് മാറ്റിയെന്ന് പറയുന്ന കണ്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പം എന്താണ് ഈ യൂട്യൂബ്? അതാണ് ചോദ്യം, എന്താണ് യൂട്യൂബ്? എന്താണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം നമ്മളെ മദർ ബോർഡിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിന്റെ മുകളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഐസിന്റെ പേരോ കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റൂല, നല്ല സ്പേസ് ഉണ്ടാവില്ല. പേര് പൊസിഷൻ എഴുതാൻ പറ്റില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ റെസിസ്റ്ററിന്റെ മുകളിലും. പക്ഷെ നമ്മളൊരു TV അതുപോലെ തന്നെ എന്തെങ്കിലും വലിയ വലിയ മെഷീൻ ആണെങ്കിൽ ആ റെസിസ്റ്ററിന്റെ മുകളിൽ ഒന്നെങ്കിൽ കളർ കോഡ് ആയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ 6 എഴുതിയിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഒരു വാല്യൂ എഴുതിയിട്ടുണ്ടാവും. നോർമൽ ആണെങ്കിൽ മൊബൈലിലേക്ക് വന്നപ്പോ ഒരുപാട് ചെറുതായി വന്ന്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അതിന്റെ സൈസ് വെച്ചിട്ടുള്ള അതിന്റെ അളവൊക്കെ പറഞ്ഞത്. അങ്ങനെ വരുമ്പോ ഇതിനെന്ത് ചെയ്യും, നമ്മള് സിമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം, അതുപോലെ തന്നെ ലേഔട്ട് എന്ന് പറയുന്നുണ്ട്, ബിറ്റ് മാപ്പ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി വ്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ലേഔട്ടിന്റെ അകത്ത് എന്ത് ഉണ്ടാവും, ജസ്റ്റ് ഒരു കമ്പോണൻസിന്റെ ഒരു നമ്പർ, ഒരു ഐഡന്റിഫിക്കേഷൻ, ഒന്നെങ്കിൽ അതിന്റെ സിമ്പിൾ ഉണ്ടാവും. എന്നിട്ട് ആ സിമ്പിളിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ കപ്പാസിറ്റർ ആണെങ്കിൽ C എന്ന് എഴുതിയിട്ടുണ്ടാവും, റെസിസ്റ്റർ ആണെങ്കിൽ R എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനിയിപ്പം നമ്മളെ മോസ്ഫെറ്റ് അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ Q എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി IC ആണെങ്കിൽ U എന്ന് പറഞ്ഞ ലെറ്റേഴ്സിലേക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ആ ICന്റെ മുകളിൽ എന്തുണ്ടാവും, അതിനൊരു ലൊക്കേഷൻ നമ്പർ. എന്തിനാ ഈ ലൊക്കേഷൻ നമ്പർ? രണ്ടും ഒന്നിലല്ല ഉള്ളത്, രണ്ട് പേജിലായിട്ട് വരുമ്പോൾ. കാരണം PDF സോഫ്റ്റ്വെയറിലായിരിക്കും നമ്മളിതൊക്കെ കാണുന്നത്. അപ്പൊ PDFനകത്ത് ഒരു പേജിലെല്ലാം ഒതുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 100-50 ഒക്കെ പേജ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ട് ഓരോ പേജിലുണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ സിമാറ്റിക്സിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിന്റെ കമ്പോണൻസിന്റെ നെയിം, പിന്നെ കമ്പോണൻസിന്റെ വോൾട്ടേജ് എത്ര, ഇപ്പൊ റെസിസ്റ്റർ ആണെങ്കിൽ എത്ര വോൾട്ടേജ്, പിന്നെ അതുപോലെ തന്നെ ആ റെസിസ്റ്റർ, പിന്നെ അതിന്റെ വാല്യൂ, അങ്ങനെ എല്ലാ സംഭവങ്ങളും എന്തുണ്ടാവും സിമാറ്റിക്സിൽ ഉണ്ടാവും. പക്ഷെ ബോർഡ് വ്യൂ അല്ലെങ്കിൽ നമ്മളെ ലേഔട്ടിൽ എന്തുണ്ടാവും, ജസ്റ്റ് ആ ഒരു IC ആണെങ്കിൽ ഐസിന്റെ ചിത്രം, അതിന്റെ സിമ്പിൾ, തൊട്ട് താഴത്ത് ഒരു നമ്പറാണുള്ള, ആ നമ്പറാണ് നമ്മള് ലൊക്കേഷൻ നമ്പർ. അതായത് ഒരു മദർ ബോർഡ് ഒരു 10 IC ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 IC U1000, U1001, U1002, U1003 അങ്ങനെ ആയിരിക്കും. രജിസ്റ്റർ 100 എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 613 തുടങ്ങാം, അല്ലെങ്കിൽ 600 തുടങ്ങാം. അപ്പൊ 600, 101, 102 അങ്ങനെ പോകും. കോവിലാണെങ്കിൽ L 100, 101 അങ്ങനെ പോയിട്ട്. ഈ ഒരു നമ്പറിനെ, ലൊക്കേഷൻ നമ്പറിനെയാണ് അന്ന് എന്ത് ചെയ്ത് എല്ലാവരും പരിചയപ്പെട്ടത് U2 എന്നായിരുന്നു. അത് ശരിക്കും USB-IC ആയിരുന്നു. അതായത് ഇപ്പോ ഐഫോണിൽ 2, അതായത് നമ്മൾ ഈ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഐഫോണിൽ പറയുകയാണെങ്കിൽ 2 ചിപ്പ് വരുന്നുണ്ട്. ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളതും, ഒന്ന് USB നമ്മളെ ചാർജിങ് രണ്ട് പേരാണ് വരുന്നത്. അതായത് അതിന്റെ പേര് വരുന്നത് ടീസ്റ്റർ, പിന്നെ ഒന്ന്
ടൈഗ്രീസ്. ഈ ടൈഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന ചാർജിങ്ങിന്റെ കൺട്രോൾ ചെയ്യാനുള്ള ചാർജ് എപ്പോൾ ചെയ്യേണ്ട കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബാറ്ററിനെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ സ്വിച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ടൈഗ്രീസ്. ഈ പറയുന്ന ടൈഗ്രീസ് പേര് മാറുന്നുണ്ട്. പേര് മാറുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നപ്പോ 8 വന്നപ്പോ എന്തായി? 2024 പഴയ കാലത്തിലാണല്ലോ. ഓക്കെ അപ്പൊ നമ്മള് യൂട്യൂബിലാണ് പഴയ കാലത്താണ്. അപ്പൊ അന്ന് 5S വന്ന പേരാണ് യൂട്യൂബ്. അപ്പൊ യൂട്യൂബ് എങ്ങനെ നമുക്ക് ജസ്റ്റ് സ്കീമാറ്റിക്സ് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിതൊരു ZXW എടുക്കുകയാണെന്ന് ആദ്യം നമുക്ക് 5 എടുക്കല്ലേ? ആദ്യം 5 എടുക്കാം. 5 നോക്കാം, ജസ്റ്റ് നോക്കി നോക്കുക എങ്ങനെയാണെന്നുള്ളത്. 5 നമ്മള് ഒരു അതിന്റെ ഒരു ബോർണി, അതായത് ബിറ്റ് മാപ്പ് രൂപത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബി സൈഡില് വരുന്ന ഇവിടെ അതന്നെ 5 U9 ആണ്. 5 U19 ആണ് വരുന്നത്. ഇനി 5S എടുക്കുക. 5S ശരിക്കും എല്ലാവരും USB-C ഒക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയത്. അന്നൊക്കെ കംപ്ലൈന്റ് വരില്ല എന്താന്ന് വെച്ചാൽ ഐട്യൂൺസ് മോഡിൽ വന്നു നിൽക്കും. ഈ കാണുന്നതാണ് യൂട്യൂബ്. അതായത് ഈ 5S മുതലാണ് ഇതിനൊരു എന്താ പറയാ ഒരു സംഗതി ടെക്നീഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നത്. കാരണം ഒരു സെറ്റ് കംപ്ലൈന്റ് വന്നു. ഇപ്പം iPhone 5S സമയത്ത് ഒന്നെങ്കിൽ ഐട്യൂൺ മോഡിൽ വരിക, സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാല് കമ്പ്യൂട്ടറിൽ കണ്ടാവില്ല. കമ്പ്യൂട്ടറിൽ കണ്ട് ചെയ്താൽ കണ്ടാവില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ വരിക. പിന്നെ സെറ്റ് ഫുൾ ഡെഡ്, ബാറ്ററി ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ സെറ്റ് ചാർജ് ആവില്ല. പക്ഷെ ആ സെറ്റുകൾ ചില ടെക്നീഷ്യന്മാർ എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും ബാറ്ററിയെ. ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഓണായി വരും. കാരണം എന്താ വെച്ചാല് ബൂസ്റ്റ് ആ USB-C കംപ്ലൈന്റ് ആയ സമയത്ത് യൂട്യൂബ് അവർ പറഞ്ഞിരുന്ന IC കംപ്ലൈന്റ് ആയ ICന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ടേജ് ആയിരിക്കും, ഫുൾ ഷോട്ട് അല്ലാത്ത കേസിൽ. അപ്പൊ എന്ത് ചെയ്യും, അതിനകത്ത് ഓൾറെഡി ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള ചാർജ് ആയിട്ടുണ്ടാവും. അപ്പൊ ചാർജ് കയറിക്കോളും. കസ്റ്റമർ കൊണ്ടുപോയിട്ട് അത് സീറോ ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് പോലും ഓൺ ആകാനുള്ള ചാർജ് എന്തുണ്ടാവില്ല, ബാറ്ററിയിൽ ഉണ്ടാവില്ല. ആ കേസിൽ തീരെ ചാർജ് കയറില്ല. കസ്റ്റമർ പൊതുവെ പറഞ്ഞ ബാറ്ററി മാറ്റും, റെഡി ആവും, ബൂസ്റ്റ് ചെയ്യും, ഓൺ ആവും, കൊടുക്കും. പിന്നെ അതിനൊരു കണ്ടിന്യൂറ്റി സൊല്യൂഷൻ അല്ല. നമ്മൾ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ യൂറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഈ യൂറ്റ് എന്ന് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇപ്പൊ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുമായിട്ടുള്ള ആ ഒരു അതിന്റെ ഒരു എന്താ പറയാ കമ്പോണന്റിന്റെ നമ്പറാണ്. അത് എത്രാമത്തതാണ് U2. നമുക്ക് ഈ ഒരു U2 എന്നുള്ള നമ്പർ സ്കീമാറ്റിക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ട്രൈസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ചിപ്പിന്റെ സ്കീമാറ്റിക്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് സത്യത്തിൽ U2. ഇത് പിന്നെ 6S 7 7+ ഇതൊക്കെ ആയ സമയത്തൊക്കെ അത് മാറി വന്ന് പേര് മാറ്റാൻ നിന്നിട്ടില്ല. അതായത് നമ്മൾ പണ്ട് ഇപ്പോഴും പറയുന്ന പേരാണ് ഗോൾഗേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന അതേ ഒരു ഗോൾഗേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി ആ ഒരു പേര് പിന്നെ പ്രചാരത്തിൽ വന്നിട്ട് ഫുൾ ടൈം ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ മേഖലയും ഉണ്ട്. പമ്പേഴ്സ് എല്ലാം പമ്പേഴ്സ് അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് അത് ഒരു ബ്രാൻഡിങ് ആണ്. പക്ഷെ ഇത് ടെക്നീഷ്യന്മാർ ഇങ്ങനെ എടുത്തൊരു ബ്രാൻഡിങ് ആണ് എന്ന് മാത്രം. അതേപോലെ തന്നെ ഫോണിൽ വരുന്ന വേറെ കുറെ സംഗതികൾക്ക് ഇതേപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ വരുന്ന ഇത് ഈ U2 എന്ന് പറഞ്ഞ ട്രൈസ്റ്റർ എന്ന് പറയുന്ന സാധനം എപ്പം മുതലേ പിന്നെ വേറെ പേരിലേക്ക് അറിയപ്പെടുന്നത്? ഇപ്പൊ എക്സിൽ വരുന്നത് ഏതാണ്? എക്സിലേക്ക് വന്നപ്പം എക്സ് എന്ന് വെച്ചാൽ A11 CPU വന്നപ്പോ അതിന്റെ പേര് മാറി ഹൈഡ്രായി. 11 ആയപ്പോ ഹൈഡ്ര തന്നെയാണ്. 12 ആയപ്പോ 12 എവിടെ ഒന്ന് മാറിയിട്ടുണ്ട്. അതായത് 5 മുതൽ ഓർഡർ നമ്മൾ പോണില്ല. ഒരു 5 മുതൽ ഏകദേശം 10+ വരെ നമ്മൾ അതിന്റെ പറഞ്ഞ പേര് U2 എന്നാണെങ്കിലും അതിന് ട്രൈസ്റ്റർ എന്നാണ് ശരിക്കും അതിന്റെ പേര്. പിന്നെ എക്സ് വരെ വരുന്നത് ഹൈഡ്ര. അതിന് മേലേക്ക് പല പേരുകൾ വരുന്നുണ്ട്. സ്കീമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലെന്താണ് കൊടുത്തുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇതാണ്. പക്ഷെ ഇപ്പൊ U2 മാറിട്ടോ. ഇപ്പൊ U2 സംഭവമില്ല. ഇപ്പൊ U2 എന്ന് പറയാല് കുറഞ്ഞിട്ടുണ്ട്. കാരണം ടെക്നീഷ്യന്മാർക്ക് നോളജ് വന്നു. ടെക്നീഷ്യന്മാർക്ക് ഈ ക്ലാസ് ഒക്കെ വന്നതിന് ശേഷം നോളജ് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഈ ട്രൈസ്റ്ററിന്റെ സാധനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ USB-യുമായി ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. USB മീൻസ് നമ്മളെ ഹെഡ്ഫോണ് അതുപോലെ തന്നെ അങ്ങനത്തെ എന്തൊക്കെയാണോ ഓഡിയോ കൊടുക്കുന്നത്, ഓഡിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാർജർ മെയിൻ ഘടകമാണ് USB-യിൽ വരുന്നത്. മെയിൻ ഘടകമാണ്. എപ്പോഴാണ് ചാർജിങ് ആക്റ്റീവ് ആക്കേണ്ടത് എല്ലാം USB ത്രൂ ആണ്. അപ്പൊ ഇങ്ങനെയുള്ളത് മൊത്തം അതായത് അതിന്റെ ഡോക്കുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഈ ട്രൈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന U2 അല്ലേ? അപ്പൊ ഇനി അതിന് പറയുന്ന പേര് അതിന്റെ കമ്പൗണ്ട് ലേഔട്ടിൽ വരുന്ന അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് U2 എന്ന് മനസ്സിലാക്കുക. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പൊ അറിയാത്തവർക്കായിട്ട് പുതിയൊരു അറിവ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.